പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രബലമായ രാജ്യം ഗ്രേറ്റ് ബ്രിട്ടൻ ആണെന്നതിൽ യാതൊരു സംശയവുമില്ല. തങ്ങളുടെ ആയുധ ശേഖരത്തിലും സൈനിക ശക്തിയിലും സാമ്പത്തിക സ്ഥിതിയിലും എല്ലാം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ രാജ്യം വളരെയധികം മുൻപന്തിയിലാണ്. ദ്വീപുകളാൽ ചുറ്റപ്പെട്ട ബ്രിട്ടന്റെ സൈനിക ശക്തിയിൽ ഏറ്റവും പ്രധാനം നാവികസേനയും യുദ്ധക്കപ്പലുകളുമാണെന്ന് തന്നെ പറയാം. എന്നാൽ ബ്രിട്ടന്റെ നാവികശക്തിക്ക് കോട്ടം തട്ടിയോ എന്ന സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് പിന്നിലെ പ്രധാന കാരണം അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നാവികസേനയുടെ മുൻനിര യുദ്ധക്കപ്പലുകൾ രണ്ടെണ്ണം മാത്രമേ നിലവിൽ പ്രവർത്തനക്ഷമമായി നിലനിൽക്കുന്നുള്ളൂ. കപ്പലുകളുടെ 2/3 ഭാഗവും നിലവിൽ റിപ്പയർ യാർഡിലാണെന്നും സ്ഥിരീകരിച്ച ബ്രിട്ടനിലെ പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു. ബ്രിട്ടന്റെ നാവികശക്തി ക്ഷയിച്ചു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ലോകവ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കും യുദ്ധഭീതിക്കും ഇടയിലാണ് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകൾ വേണ്ടത്ര പ്രവർത്തനക്ഷമമല്ലാതെ അറ്റകുറ്റപ്പണികൾക്കായി യാർഡിൽ പ്രധാനമായും കയറ്റിയിരിക്കുന്നത്. പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ നാവികസേനയുടെ ഉപരിതല കപ്പലിലുള്ള 6 അത്യാധുനിക ടൈപ്പ് 45 ഡിസ്ട്രോയർ കപ്പലുകളിൽ 4 എണ്ണം ഇപ്പോൾ പോർട്സ്മൗത്തിലെ റീഫിറ്റ് യാർഡിലാണെന്നാണ്. HMS ഡാറിംഗ് 12 വർഷം മുമ്പ് കമ്മീഷൻ ചെയ്തെങ്കിലും കടലിലേക്കാൾ കൂടുതൽ സമയം റീഫിറ്റ് യാർഡിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഒരു നൂറ്റാണ്ടിലേറെയായി ഡിസ്ട്രോയറുകൾ ബ്രിട്ടനിലെ യുദ്ധക്കപ്പലുകൾക്ക് യഥാർത്ഥത്തിൽ അഭിമാനമാണ്. എന്നാൽ ഡിസ്ട്രോയറുകളുടെയും ഫ്രീഗേറ്റുകളുടെയും ആകെ എണ്ണം ഇപ്പോൾ 14 നിലനിൽക്കുന്നത്. വിക്ടോറിയ രാജ്ഞിയുടെ മരണകാലത്ത് ഡിസ്ട്രോയർ പ്രോഗ്രാം ആരംഭിച്ചതിനു ശേഷമുള്ള യുദ്ധക്കപ്പലുകളുടെ ഏറ്റവും താഴ്ന്ന എണ്ണമാണ് ഇപ്പോഴത്തേത്. 14 യുദ്ധക്കപ്പലുകളിൽ 8 എണ്ണം മാത്രമാണ് അടിയന്തര വിന്യസനത്തിനായി തയ്യാറായിട്ടുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 1945കളിൽ ബ്രിട്ടീഷ് നാവികസേന തങ്ങളുടെ നേട്ടങ്ങളുടെ ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുന്ന സമയമായിരുന്നു പ്രധാനമായും. അന്ന് ഉപരിതല കപ്പലുകളിൽ 800-ലധികം ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും ഉണ്ടായിരുന്നുവെന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ്. എന്നാൽ ലോകത്ത് ഇപ്പോഴുള്ള യുദ്ധഭീതി യഥാർത്ഥത്തിൽ ബ്രിട്ടനെ ആശങ്കപ്പെടുത്തുകയാണ്. സുരക്ഷിതമായ യുദ്ധക്കപ്പലുകളുടെ അഭാവം ബ്രിട്ടന് കടലിൽ നിന്ന് മറ്റ് രാജ്യങ്ങളുടെ ആക്രമണം നേരിടാമെന്ന ബ്രിട്ടന്റെ എംപിമാർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. 2 ഓപ്പറേഷൻ ഡിസ്ട്രോയറുകളെക്കുറിച്ചുള്ള ഈ റിപ്പോർട്ടുകൾ തികച്ചും ആശങ്കാജനകവും 2 ഡിസ്ട്രോയറുകൾ മാത്രം ഉപയോഗിച്ചും ലണ്ടൻ നഗരത്തെ പോലും പ്രതിരോധിക്കാൻ ആകില്ലെന്നാണ് എംപിമാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു അവസ്ഥയിൽ സ്വന്തം രാജ്യത്തിന് പ്രതിരോധിക്കാൻ ശേഷിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാറ്റോ രാജ്യങ്ങളുടെ പ്രതിരോധത്തിന് ബ്രിട്ടൻ സഹായം നൽകുകയെന്ന ചോദ്യം ഇവർ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ യുക്രൈനെ സാമ്പത്തികമായും ആയുധങ്ങൾ നൽകിയും കൈയടച്ച് സഹായിച്ചു വരുന്ന ബ്രിട്ടൻ ഇപ്പോൾ റഷ്യയുടെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയാണ് എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. മാത്രമല്ല പുടിനെ ഏത് വിധേനയും വേദനിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ഉദ്ദേശമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമറുടെ പ്രഖ്യാപനം കൂടിയാകുമ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ബ്രിട്ടന് നേരെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള വലിയ സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ നാവിക കപ്പലുകളുടെ ശോഷണം തീർച്ചയായും ബ്രിട്ടന് തന്നെ വൻ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക. കഴിഞ്ഞ മാസം യുക്രൈൻ നഗരമായ ഡിനിപ്രോയ്ക്ക് നേരെ റഷ്യ വിക്ഷേപിച്ച തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നിന്ന് ലണ്ടനെ ഫലപ്രദമായി പ്രതിരോധിക്കണമെങ്കിൽ ടൈപ്പ് 45 ഡിസ്ട്രോയർ തേംസിൽ സ്ഥിരമായി നിലയുറപ്പിക്കേണ്ടതുണ്ടെന്ന് മുതിർന്ന നാവികസേന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയുണ്ടായി. യുക്രൈൻ മാതൃകയിലുള്ള കരയുദ്ധത്തിൽ ഏർപ്പെട്ടാൽ 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ ബ്രിട്ടീഷ് സൈന്യം നാമാവശേഷമായി മാറുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ പ്രധാനമായും വിലയിരുത്തുന്നുണ്ട്. 2024 ജൂലൈയിലെ കണക്കുകൾ പ്രകാരം ബ്രിട്ടീഷ് സൈന്യത്തിൽ 73,000 സജീവ സൈനികർ മാത്രമേ നിലനിൽക്കുന്നു എന്നാണ്. അതിനാൽ ഒരു യുദ്ധമുണ്ടായാൽ ബ്രിട്ടൻ നാമാവശേഷമാകുമെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരുടെ പ്രധാന വിലയിരുത്തൽ. ഇതിലൂടെ നിരവധി കപ്പലുകൾ ഡീകമ്മീഷൻ ചെയ്യുന്നതിലൂടെ 500 മില്യൺ പൗണ്ട് ലഭിക്കുന്നതിനുള്ള പദ്ധതികൾ ലേബർ പാർട്ടി അടുത്തിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. കപ്പലുകൾ എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കി നാവികബലത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ സ്റ്റാർമർ ഭരണകൂടം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റഷ്യക്കെതിരെ പോരാടാൻ യുക്രൈന് ആയുധങ്ങൾ നൽകി സഹായിക്കുമ്പോൾ ബ്രിട്ടൻ തങ്ങളുടെ നാവികശക്തിയുടെ തകർച്ച മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് യുദ്ധക്കപ്പലുകളോ നാവികശക്തിയോ ഇല്ലാത്ത ദുർബലമായ ബ്രിട്ടനാണ് ആയുധശേഖരണത്തിന്റെയും സൈനിക ശക്തിയുടെയും കാര്യത്തിൽ തങ്ങളെക്കാൾ ഏറെ മുന്നിലുള്ള റഷ്യയെ പ്രധാനമായും വെല്ലുവിളിച്ചിരിക്കുന്നത്. റഷ്യ എന്ന് തൊടുത്തുവിട്ടാൽ ബ്രിട്ടൻ തകരുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല.